പരിപ്പ് വട വൈകുന്നേരത്തെ ചായയുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു സ്നാക്സ്. ഇതുണ്ടാക്കാൻ ഞാൻ 1 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. ഇതിലെ പൊടികളൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയായി എടുക്കണം. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണം. ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം 3-4 മണിക്കൂർ വെക്കാം. 3-4 മണിക്കൂറായിട്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ കളയണം, ഡ്രൈ ആക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഫുൾ പേസ്റ്റായി പോയിട്ട് കുറച്ച് അടിച്ചെടുത്തത് പൊടിച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ കുറച്ച് വാറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കടലപ്പരിപ്പിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് ഈ പൊടിച്ചെടുത്ത കടല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കടലപ്പൊടിയിലേക്ക് ആഡ് ചെയ്യാം. പൊടിച്ചെടുത്ത കടലപ്പൊടിയിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയതാണ് കടലപ്പൊടി, അതിട്ട് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, കുഴച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മാവൊന്ന് ഉരുട്ടി പരത്തിയെടുത്ത് ഈ വെളിച്ചെണ്ണയിലിട്ട് കൊടുക്കുക. 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ലോ ഫ്ലെയിമിലൊന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പരിപ്പ് വട റെഡിയായി. ഞാൻ വെളിച്ചെണ്ണ കുറച്ചിട്ടാണ് എടുത്തത്, അതുകൊണ്ട് എല്ലാം ഒന്നിച്ചിട്ടിട്ടില്ല, ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തതും ഒന്ന് പരത്തിയെടുത്ത് വെളിച്ചെണ്ണയിലിട്ടെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് അത് മറച്ചിട്ട് കൊടുത്ത് രണ്ടാമത്തെ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമില്ല, മുങ്ങി അതിൽ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഞാൻ വെളിച്ചെണ്ണ കുറച്ചിട്ടുകൊണ്ടാണ് പ്രശ്നം വന്നത്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ സൈഡൊക്കെ കരിഞ്ഞു പോയി. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡിയായി. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അടിപൊളി കോമ്പിനേഷനാണ്. വൈകുന്നേരങ്ങളിലെ ചായക്ക് കൂട്ടാൻ പറ്റിയൊരു സ്നാക്സാണ്, അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിൽ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും, പേസ്റ്റ് രൂപത്തിൽ കിട്ടും. താങ്ക് യു.